കണക്കുകൂട്ടലുകളും ഉദ്യോഗവും നിറഞ്ഞ 25 ദിവസത്തെ കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 8 മണി മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഭരണ തുടർച്ചയോ അതോ തിരുത്തോ എന്ന് സംസ്ഥാനം ഉറ്റുനോക്കുന്ന വിധി ദിനം തിങ്കളാഴ്ച. പരാജയപ്പെട്ടാൽ ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാത്തവരായി ഇടതുപക്ഷം മാറും. കേരളത്തിലെ ഭരണ തുടർച്ച ദേശീയ പ്രസക്തി നിലനിർത്താൻ CPM-ന് അനിവാര്യം. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം കോൺഗ്രസിന് തിരിച്ചു വരാനായില്ലെങ്കിൽ UDF സംവിധാനം തന്നെ പ്രതിസന്ധിയിലാകും. ഭരണ തുടർച്ചയെന്ന LDF-ന്റെ സ്വപ്നത്തിനും അധികാരം തിരിച്ചുപിടിക്കാനുള്ള UDF-ന്റെ പോരാട്ടത്തിനും അക്കൗണ്ട് തുറക്കാനുള്ള NDA തന്ത്രങ്ങൾക്കും ജനം എങ്ങനെ മാർക്കിട്ടെന്ന് നാളെ അറിയാം. SIR-ന് ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണെന്നതിനാൽ വോട്ടർ പട്ടിക പരിഷ്കരണം എങ്ങനെ ജനവിധിയിൽ പ്രതിഫലിക്കുമെന്നതിൽ മുതൽ വാദപ്രതിവാദങ്ങളിൽ തിളച്ചുമറിഞ്ഞ പ്രചാരണ കാലം ആരെ തുണക്കുമെന്നതടക്കം മുന്നണികളുടെ നെഞ്ചിടിപ്പിന് കാരണങ്ങൾ നിരവധി. വിജയപ്രതീക്ഷയിൽ ഒട്ടും പിന്നിലല്ലെന്ന് മുന്നണികൾ അവകാശപ്പെടുമ്പോഴും അണിയറയിൽ ഭയവും അനിശ്ചിതത്വവും നിഴലിക്കുന്നുണ്ട്. തലനാരിഴ കീറിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കൂട്ടലുകൾക്കപ്പുറമാണ് ജനവിധി എന്നതാണ് ഈ നെഞ്ചിടിപ്പിന് കാരണം. നിശബ്ദ വോട്ടുകൾ ആരെ തുണക്കുമെന്നത് പ്രവചനാതീതം. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നതെങ്കിലും അന്തിമ വോട്ടിംഗ് ശതമാനം എത്രയെന്ന് ഇനിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ 79.63% എന്ന ഏകദേശ കണക്കാണ് കമ്മീഷൻ നൽകിയത്. 85-ന് മുകളിൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് UDF. തുടർഭരണം ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും നേടുമെന്ന പ്രതീക്ഷയിലാണ് NDA. തരംഗമെങ്കിൽ 100 സീറ്റ് വരെ കിട്ടുമെന്ന കണക്കുകൂട്ടലും UDF-നുണ്ട്. അതില്ലെങ്കിൽ പോലും UDF-ന് 80-ന് മുകളിൽ സീറ്റ് ഉറപ്പാണെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ UDF-ന് മുൻതൂക്കമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും UDF-നെ ആവേശം കൊള്ളിക്കുന്നു. എക്സിറ്റ് പോളുകളെ LDF തള്ളുന്നു. തുടരെ 3-ാം വട്ടവും അധികാരത്തിൽ വന്ന് ചരിത്രം എഴുതുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. 75 സീറ്റാണ് CPM-ന്റെ കണക്കിൽ. 61 സീറ്റുകളിൽ ഉറച്ച വിജയവും 14 സീറ്റിൽ മേൽക്കൈയും. നേരിയ ഭൂരിപക്ഷത്തോടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് CPI-യുടെയും കണക്കുകൂട്ടൽ. തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകൾ കൂടെ നിൽക്കുമെന്ന വിശ്വാസത്തിലാണ് LDF. 2021-ൽ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തെത്തിയ BJP ഇത്തവണ 16 മുതൽ 20 വരെ സീറ്റുകളിൽ മുന്നണികളിൽ ഒന്നിനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളാനാകുമെന്ന് സ്വപ്നം കാണുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷകൾക്കൊപ്പം ആശങ്കകൾ ഏറെയുള്ള ദിനമാണെന്ന്. പഴയ കണക്കുകൂട്ടലുകൾ കൊണ്ട് പുതിയ കാലം കടന്നു പോകില്ലെന്ന് എല്ലാ കക്ഷികൾക്കും അറിയാം. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്ന് എല്ലാ കക്ഷികളും ഉറപ്പിച്ച മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. അതാണിപ്പോൾ നെഞ്ചിടിപ്പ് കൂടാൻ കാരണം.